ഭ്രൂണഹത്യ അവസാനിപ്പിക്കുന്നതിനും ജീവന്റെ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി ജാഗരണ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ ബിഷപ്പുമാർ. 2025 ജനുവരി 23 വ്യാഴാഴ്ചയും 24 വെള്ളിയാഴ്ചയും നടക്കുന്ന നാഷണൽ വിജിൽ ഫോർ ലൈഫിൽ പങ്കെടുക്കുവാനാണ് മെത്രാൻമാർ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗർഭചിത്രം അവസാനിപ്പിക്കുന്നതിനും ജീവന്റെ വക്താക്കളായി മാറാനും ഒരുമിച്ച് ചേരാൻ രാജ്യത്തിന്റെ എല്ലാ കോണിലുമുള്ള കത്തോലിക്കരെയും ആവേശത്തോടെ ക്ഷണിക്കുകയാണ്. ടോളിഡോയിലെ ബിഷപ്പ് ഡാനിയൽ ഇ തോമസ് പറഞ്ഞു. 1973 അമേരിക്കയിൽ ഗർഭചിത്രം നിയമവിധേയമാക്കിയ റോ വേഴ്സസ് വേഡ് വിധി റദ്ദാക്കിക്കൊണ്ട് 2022 ജൂണിൽ സുപ്രീം കോടതി അതിന്റെ ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. അമേരിക്കൻ മെത്രാൻ സമിതി നവംബർ 22 വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ ഇതനുസ്മരിച്ചു. അതേസമയം ചിലർ ഭ്രൂണഹത്യയിലേക്കുള്ള വഴികൾ വർദ്ധിപ്പിച്ചുവെന്നും മറ്റുള്ളവർ ഗർഭസ്ഥ ശിശുക്കളെയും അവരുടെ അമ്മമാരെയും സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നയങ്ങളിൽ പ്രവർത്തിക്കുകയാണെന്നും US മെത്രാൻ സമിതി കുറിച്ചു. ഏറ്റവും ദുർബലരായവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഹൃദയങ്ങൾ മാറ്റാനും ജീവന്റെ സംസ്കാരം കെട്ടിപ്പടുക്കുവാനും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ബിഷപ്പുമാർ, നൂറുകണക്കിന് വൈദികർ, സന്യസ്തർ, സെമിനാരികൾ, ആയിരക്കണക്കിന് തീർത്ഥാടകർ എന്നിവരോടൊപ്പം ജാഗരണ പ്രാർത്ഥന ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണെന്നും ബിഷപ്പ് തോമസ് പറഞ്ഞു. വാഷിംഗ്ടൺ ഡിസിയിലെ നാഷണൽ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ബസിലിക്കയിലും അമേരിക്കയിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുമായിട്ടായിരിക്കും ജാഗരണ പ്രാർത്ഥന നടക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രോലൈഫ് റാലിയായ മാർച്ച് ഫോർ ലൈഫിന്റെ തലേദിവസമാണ് ജാഗരണ പ്രാർത്ഥന ഒരുക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്.